22 തീർത്ഥ കിണറുകളിലെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സ് മാറി നമ്മൾ സാക്ഷാൽ രാമനാഥ സ്വാമിനെ തൊഴാനായിട്ട് പോവാണ്. കാശി പോലെ അത്യധികം പവിത്രമായിട്ടുള്ള പ്രതിഷ്ഠയാണല്ലോ ഇവിടെ. നമ്മൾ ഈ വയസ്സാകുമ്പോൾ അച്ചാച്ചന്മാര് മുന്നേ പറയാറുണ്ട്, വയസ്സായിട്ട് വേണം കാശി രാമേശ്വരത്തൊക്കെ പോവാൻ വേണ്ടിട്ടെന്ന്. അത്രയും പുണ്യസ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിവസവും വന്നു പോണത്. ഏറ്റവും വലിയ ഇടനാഴികളുള്ള ക്ഷേത്രമാണ് ഈ രാമേശ്വരം ക്ഷേത്രം. ഇവിടെ രാമനാഥ സ്വാമി എന്ന പേരിൽ ശിവനും പർവ്വതവർദ്ധിനി എന്ന പേരിലാണ് പാർവതി ദേവിനെ ആരാധിച്ചു പോരുന്നത്. ഞങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ, ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ, രാമേശ്വരം അമ്പലത്തിൽ വരാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടി മഞ്ഞൾ താലി കൊണ്ട് കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4-ാം കൊല്ലാണ് ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ലക്ഷ്മി ദേവിയുടെ നടയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ ശാന്തി നമ്മൾക്ക് മഞ്ഞൾ താലി പൂജിച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് കല്യാണം കഴിച്ചോളാൻ. അപ്പൊ അങ്ങനെ 4-ാം വർഷത്തിൽ അവൻ എൻ്റെ കഴുത്തില് മഞ്ഞൾ താലി അണിയാണ്. ഇവിടെ തമിഴ്നാട്ടില് കുറേ വഴിയോരങ്ങളിൽ കിടക്കണ അച്ചാച്ചന്മാരെ അമ്മാമ്മമാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ശരിക്കും സങ്കടമാവണ കാര്യങ്ങളാണ്. അതായത് ഒരു ആശ്രയവും ഇല്ലാത്തൊരു കുറേ പേര് ഈ രാമേശ്വരം ക്ഷേത്രത്തിന് ചുറ്റും ജീവിക്കണവരുണ്ട്. അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ഷേത്രത്തിനകത്തായിട്ട് 3 നേരവും അന്നദാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് രാവിലെ തന്നെ ക്യൂ നിന്ന് കഴിക്കണ കാഴ്ച ശരിക്കും മനസ്സ് നിറയണ ഒന്നാണ്. തൊഴുതിന് ശേഷം ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാനുള്ള ടോക്കണൊക്കെ കിട്ടി. അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. സ്ട്രിക്റ്റ് ആയിട്ട് സാരി ഉടുക്കണം എന്നൊന്നുമില്ല, മോഡസ്റ്റ് ആയിട്ടുള്ള ഏത് വസ്ത്രവും ധരിച്ചിട്ട് ഉള്ളിൽ കയറാം. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിലും പൈജാമ പോലത്തെ പാൻറ് അതുപോലെ മുണ്ടൊക്കെ അലൗഡ് ആണ്. ബർമുഡ അതൊക്കെ എല്ലാ അമ്പലത്തിലും പറ്റില്ലല്ലോ, ബർമുഡ ഇട്ടൊന്നും കയറാൻ സമ്മതിക്കില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് 1 മണി വരെയും ഉച്ചയ്ക്ക് 3 മണി തൊട്ട് രാത്രി 9 വരെയും അമ്പലം ഓപ്പൺ ആണ് കേട്ടോ.